അതെ, ഞങ്ങളെങ്ങടെ പോകുന്നതെന്നറിയോ? അധികാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്ക്. ഈ കണ്ടൽക്കാടുകൾ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതെന്ന് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ദൂരെ നിന്ന് നോക്കി ദേ അതാണ് കേട്ടോ കണ്ടൽക്കാടെന്നൊക്കെ കാണുന്ന കാര്യമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെ നടന്ന് അതിൻ്റെ വേരെങ്ങനെയാണ്, ഇല എങ്ങനെയാണ്, അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു അവസരം ഈ മൺട്രോ തുരുത്ത് നമുക്ക് തരുന്നുണ്ട്. ഞാനീ പറയുന്ന മൺട്രോ തുരുത്ത് എവിടെയാണെന്ന് അറിയണ്ടേ? കൊല്ലം ടൗണിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഒരു 8 ദ്വീപുകളുടെ സമൂഹമാണ് ഈ മൺട്രോ തുരുത്ത്. അപ്പോൾ ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? 1811 1815 ഇടയിൽ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺട്രോ വളരെ ജനകീയനും സമർത്ഥനുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ തുരുത്തിന് മൺട്രോ തുരുത്തെന്നുള്ള പേര് നൽകിയത്. ഞങ്ങൾ ഈ മൺട്രോ തുരുത്തിലെത്തിയത് ബോട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഒരു ഗൈഡിനെ പോലെ ഓരോ തുരുത്തുകളെ പറ്റിയും ഓരോ തുരുത്തിലുമുള്ള വീടുകളെ പറ്റിയും അവരെങ്ങനെയാണ് വേലിയേറ്റും വേലിയേർക്കും അതിജീവിക്കുന്നതെന്നും അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളുമായി അവരെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്നും അങ്ങനെ മൺട്രോ തുരുത്തിനെ പറ്റി അറിയേണ്ടുന്നതെല്ലാം ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു.